ഡോക്ടർ, എനിക്ക് അവനെ ഒന്ന് കാണണം. കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ അധികം സംസാരിപ്പിക്കണ്ട. ഇപ്പൊ അയാൾക്ക് വേണ്ടത് റെസ്റ്റ് ആണ്. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. അമൃത, ഇവിടെ എല്ലാവരും ആദ്യം കാണാതെ വിഷമിച്ചിരിക്കുക. എന്താ പറ്റിയത്? അവൻ എവിടെ? മാളു, നീ എന്താ ഒന്നും പറയാത്തത്? അത് ഞങ്ങളെ എങ്ങനെ മുൾമുനയിൽ നിർത്താതെ എന്തെങ്കിലും ഒന്ന് പറ മോളെ. മുത്തശ്ശി, അത് ആദ്യക്ക് അമ്പലപ്പറമ്പിൽ വെച്ച് വിഷം തേണ്ടി. എന്റെ ഈശ്വര! ശ്രീയേട്ടൻ വന്നിട്ടുണ്ട്. ഞങ്ങള് ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുപോവാ. അയ്യോ എന്റെ മോൻ. അയ്യോ ചന്ദ്രേട്ടാ, ഒന്ന് പിടിച്ചേ. പിടിക്കൂ. അച്ഛനും രാജേട്ടനും ഇപ്പൊ സമാധാനമായില്ലേ? നിർത്ത് വരുതേ, പഴിചാരേണ്ട നേരമല്ല ഇത്. രാജാ, നമുക്കും അങ്ങോട്ട് പോകാം. വേഗം റെഡി ആയിക്കോ, ഞാനിപ്പോ വരാം. ചന്ദ്രേട്ടാ, ഒന്ന് വേഗം വിട്. മാക്സിമം സ്പീഡിലാ പോകുന്നേ. ഈ കല്യാണം ചേച്ചിക്ക് ഇഷ്ടമല്ല. മാളൂട്ടി, ആദ്യം എന്താ ഈ പറയുന്നത്? അത് എന്തൊക്കെയോ പിച്ചുമ്പയും പറയാ ശ്രീയേട്ടാ. ഈ കല്യാണം നടക്കരുത്. അയ്യോ പാവം, ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും അവന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങുന്ന ടെൻഷൻ അവന്. ആദ്യ ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഓർത്ത് നിനക്കൊരു ടെൻഷനും വേണ്ട. കല്യാണമെല്ലാം മംഗളായിട്ട് തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കും. ഈ കല്യാണം നടക്കരുത്. ഒന്നും മിണ്ടാതിരിക്കാതെ ആദ്യം നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് എത്തട്ടെ. ഒന്ന് വേഗം ആട്ടോ ചന്ദ്രേട്ടാ. അതെ, എടുത്തോട്ട്. അറിയില്ല, നോക്കട്ടെ. പണി പാളിന്നാ തോന്നുന്നേ. ആദ്യം വിളിച്ചിട്ട് കണ്ണു ഉറക്കുന്നില്ല. അയ്യോ, അവനെ മയങ്ങാൻ സമ്മതിക്കരുത്. ഈശ്വര, ഇത് ആപത്തിലേക്കാണല്ലോ. നമ്മളിനി എന്ത് ചെയ്യും ശ്രീയേട്ടാ? ഇവിടുന്ന് ഡിസ്പെൻസറിയിലേക്ക് എത്ര ദൂരം കാണും ചന്ദ്രേട്ടാ? ഇവിടുന്ന് 1/2 കിലോമീറ്റർ ഉണ്ട്. അയ്യോ ആദി കണ്ണുറക്ക്. എനിക്കാദി. ആദി, മാളു ഒന്ന് പിടിച്ചേ. അയ്യോ ആദി, വന്നേ. സൂക്ഷിച്ച്. അയ്യോ ചന്ദ്രേട്ടാ, വണ്ടി നന്നാക്കിട്ടെ പിന്നാലെ അങ്ങോട്ട് വാ. എന്ത് പറ്റിയതാ? വിഷം തേണ്ടിയതാ സിസ്റ്ററെ. സ്ട്രക്ചർ അതെ, പാമ്പ് കടിയേറ്റ ഒരു പയ്യനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒബ്സർവേഷൻ റൂമിലാ. അപ്പുറത്തോ? അവിടെ.
ആ മോളെ ആദ്യം എവിടെ? അകത്തുണ്ട് മുത്തശ്ശ. ഓ ഡീ. നീ ഒരുത്തി കാരണം എന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അവനെ കൊലക്ക് കൊടുത്തപ്പോ നിനക്ക് സമാധാനായല്ലോ. സുമിത്രേ, അപകടം പറ്റിക്കിടന്ന ആദിയെ വഴിയിൽ ഉപേക്ഷിക്കാതെ ആശുപത്രിയിൽ എത്തിച്ചതാണോ ഇവള് ചെയ്ത അപരാധം? ആണോന്ന്? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഇങ്ങോട്ടാണോ? വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ? നമുക്ക് എത്രയും വേഗം ആദ്യം ഇവിടെ നിന്ന് മാറ്റണം. പാമ്പ് കടിയേറ്റയാൾക്ക് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ആന്റി ഇവനെ എടുക്കുകയാണ് വേണ്ടത്. അത് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇതൊക്കെ ചെയ്യാൻ കഴിയും. കൃത്യസമയത്ത് പേഷ്യന്റിനെ ഇവരിവിടെ എത്തിച്ചത് കൊണ്ട് മാത്രമാ ജീവൻ ആപത്തൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത്. ഡോക്ടർ, എന്റെ മോനിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആന്റി ഇവനവും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒബ്സർവേഷനില്ല. ഡോക്ടർ, എനിക്ക് അവനെ ഒന്ന് കാണണം. കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ അധികം സംസാരിപ്പിക്കണ്ട. ഇപ്പൊ അയാൾക്ക് വേണ്ടത് റെസ്റ്റ് ആണ്. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. അമൃത, പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒന്നും പേടിക്കണ്ട. എല്ലാം അല്ല, അമൃതയ്ക്ക് ആദ്യം ഓർത്തുള്ള ടെൻഷനാ. പേഷ്യന്റിനെ തോളത്തെടുത്തിട്ട് കൊണ്ടുവന്നത് നിങ്ങളാണല്ലേ? ആ അതെ. എന്താ ഡോക്ടർ? നന്നായി. മിനിറ്റുകൾ വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. അല്ല, ആരാ ആ മുറിവിന് മുകളിൽ തുണി കെട്ടിയത്? ഞാനാ. വിഷം തീണ്ടിയാൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. നൗ ഹി ഈസ് ഓക്കെ. നത്തിങ് ടു വറി.